തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി അഫ്ഗാനിസ്ഥാൻ. അതിർത്തി കടന്നുള്ള പോരാട്ടം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യകളിലെ ഐസിസ് ഒളിത്താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാർ വെള്ളിയാഴ്ച അവകാശപ്പെട്ടു. അഫ്ഗാൻ പ്രദേശത്തിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പാകിസ്ഥാനിലെ ജൽജലാല എന്നും അറിയപ്പെടുന്ന നസ്രുള്ളയുമായി ബന്ധമുള്ള ഐസിസിന്റെ അഴിമതിക്കാരുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് വ്യോമസേന ആക്രമണം നടത്തിയത്. ചില ക്ഷുദ്ര രഹസ്യാന്വേഷണ വൃത്തങ്ങളുടെ പിന്തുണയോടെയാണ് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും അഫ്ഗാനിസ്ഥാനെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ആരോപിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിലെ ഒറാക്സായി ഏജൻസിയിലെ ഖാംബർഖേൽ പ്രദേശത്തുള്ള ISIS കേന്ദ്രത്തിന്റെ ലക്ഷ്യമിട്ടാണ് മറ്റൊരാക്രമണം നടത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഓപ്പറേഷനിൽ നിരവധി പ്രധാനപ്പെട്ടതും മുൻകൂട്ടി നിശ്ചയിച്ചതുമായ ലക്ഷ്യങ്ങൾ വിജയകരമായി ആക്രമിച്ചതായി അഫ്ഗാൻ അധികൃതർ അവകാശപ്പെടുന്നുമുണ്ട്. പാകിസ്ഥാൻ പ്രദേശത്തു നിന്നും പ്രവർത്തിക്കുന്ന ഐസിസിനെയും മറ്റ് വിനാശകരമായ ഗ്രൂപ്പുകളെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് അഫ്ഗാൻ സർക്കാർ വക്താവ് ആവർത്തിച്ചു. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വിജയകരമായി ആക്രമിച്ചുവെന്നും വക്താവ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരെയുള്ള ഒരു ഭീഷണിയും അവർ സഹിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം ഉറപ്പിച്ചു പറഞ്ഞു. ഭീഷണികൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അവയെ നിർവീര്യമാക്കാൻ അതിന്റെ എല്ലാ കഴിവുകളും ശേഷികളും ഉപയോഗിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അഫ്ഗാൻ അവകാശവാദങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായില്ല. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്ന് താലിബാൻ ഭരണകൂടം പറയുന്നുണ്ട്. ഇത് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുന്നു. പാകിസ്ഥാനിലെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ തീവ്രവാദികളെ കാബൂൾ സംരക്ഷിക്കുന്നുവെന്ന് ഇസ്ലാമാബാദ് നിരന്തരം ആരോപിച്ചിരുന്നു. അതേസമയം താലിബാൻ സർക്കാർ ആ ആരോപണങ്ങൾ നിഷേധിക്കുകയും പാകിസ്ഥാന്റെ സുരക്ഷാ വെല്ലുവിളികൾ ആഭ്യന്തര കാര്യമാണെന്ന് വാദിക്കുകയും ചെയ്തു. മുൻ വെടിനിർത്തൽ ശ്രമങ്ങളും പ്രാദേശിക മധ്യസ്ഥതയും ഉണ്ടായിരുന്നിട്ടും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ ദുർബലമായ സുരക്ഷാ സാഹചര്യം അടിവരയിടുന്നതാണ് ഏറ്റവും പുതിയ അതിർത്തി കടന്നുള്ള നടപടി. ഇത് രണ്ട് അയൽക്കാർക്കും ഇടയിൽ വീണ്ടും സൈനിക സംഘർഷം ഉണ്ടാകുമെന്ന ഭയം ഉയർത്തുന്നു. അതേസമയം ഒരാഴ്ച മുൻപ് അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 കുട്ടികൾ ഉൾപ്പെടെ 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇസ്ലാമാബാദ് 26 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ താലിബാൻ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവർ ഒരു പാകിസ്ഥാൻ സുരക്ഷാ പോസ്റ്റിൽ നടത്തിയ മാരകമായ ആക്രമണത്തെ തുടർന്നാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടു. മാസങ്ങളായി തുറന്ന യുദ്ധ പ്രഖ്യാപനങ്ങൾ, പരാജയപ്പെട്ട സമാധാന ചർച്ചകൾ, തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പരസ്പര ആരോപണങ്ങൾ എന്നിവയ്ക്കിടയിലാണ് ആക്രമണങ്ങൾ നടന്നതെന്നും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.